ഈ ഒരു കൊല്ലത്തിനിടെ തായ്ലൻഡിലെ സ്കൂളിലെ രണ്ടാമത്തെ ഗൺ വയലൻസാണ് ഇന്നലെ നടന്നത്. ഒരു 14 വയസ്സുള്ള ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് ഇന്നലെ കൊന്നത് 9 പേരെയാണ്. അതായത് ഒരു രാവിലെ 9 മണിയൊക്കെ കഴിഞ്ഞപ്പം ഈ 14 വയസ്സുള്ള ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് അവൻ്റെ ഗ്രാൻഡ് പാടേയും ഗ്രാൻഡ് മാടേയും വീട്ടിലോട്ട് ചെന്നു. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ലീഗലി ഗൺ ഓണർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ആ ഗ്രാൻഡ് പാടയിൽ നിന്ന് ഗണ്ണ് തട്ടിയെടുത്ത് സ്വന്തം വല്യപ്പനെയും കൊന്നു, വല്യമ്മേനെയും കൊന്നിട്ട് ഒരു 10 മണിയായപ്പോൾ സ്കൂളിലോട്ട് വന്നു, സ്വന്തം സ്കൂളിലോട്ട്. സ്കൂളിൽ വന്ന് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തതെല്ലാം അവിടുത്തെ സ്റ്റാഫ്, ടീച്ചർമാരെയും സ്റ്റാഫിനെയൊക്കെയാണ്. അങ്ങനെ മൊത്തം 30 പേരെ വെടിവെച്ചു. 30 പേരെ ഷൂട്ട് ചെയ്തതിൽ 5 ടീച്ചർമാരും മരിച്ചു, ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയും മരിച്ചു. അവസാനം പോലീസ് വന്ന സമയത്ത് ഈ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് സ്വയമേ വെടിവെച്ച് മരിക്കുകയും ചെയ്തു. അങ്ങനെ 5 ടീച്ചർമാരും പിന്നെ ഒരു 12 വയസ്സുള്ള കുട്ടിയും വല്യപ്പനും വല്യമ്മയും ഇവനും കൂടെ കൂട്ടി അങ്ങനെ 9 പേര് മരിച്ചു. അപ്പം ഇതിൻ്റെ എക്സാക്ട് റീസൺ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പലരും പലതാണ് പറയുന്നത്. കൂടെ പഠിക്കുന്ന കുട്ടികളും ടീച്ചർമാരും പറഞ്ഞത് ഈ 14 വയസ്സുള്ള ഈ ഷൂട്ടിങ് നടത്തിയ കുട്ടി അക്കാഡമിക്കലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവൻ കൊന്ന ആ വല്യപ്പനും വല്യമ്മയും, അതായത് ആ വല്യമ്മ ഒരു റിട്ടയേർഡ് ടീച്ചറായിരുന്നു. അപ്പം ആ ഒരു ഗ്രാൻഡ്മ നല്ലപോലെ ഇവനെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സ്ട്രീമായിട്ടൊരു പഠിക്കണം എന്ന് പറഞ്ഞൊരു നിർബന്ധ ബുദ്ധിയുള്ള ഒരു അമ്മച്ചിയായിരുന്നാണ് പറയുന്നത്. അപ്പം അതായിരിക്കാം ഇതിന് റീസൺ എന്ന് പറയുന്നത്. അതായത് അക്കാഡമിക്കലി സ്ട്രഗിൾ ചെയ്യുന്നതും പിന്നെ ഈ ഫാമിലി എന്നുള്ള പ്രശ്നവും. എനിവേ സ്വന്തം അപ്പനും അമ്മയും, അതായത് ഈ 14 വയസ്സുള്ള കുട്ടിയുടെ അപ്പനും അമ്മയും പറയുന്നത് ഇങ്ങനത്തെ സയൻസ് ഒന്നും കാണിച്ചിട്ടില്ല, ഇങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത് പറഞ്ഞു. പക്ഷേ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് ഒരു പ്രീമെഡിറ്റേറ്റഡ് ഒരു അറ്റാക്കായിരുന്നു. കാരണം മണിക്കൂറുകളോളം ഓൺലൈനിൽ ഇരുന്ന് തപ്പി, അതായത് എങ്ങനെയാണ് ഇങ്ങനെ ഷൂട്ടിംഗ് നടത്തേണ്ടത്, മാസ് ഷൂട്ടിംഗ് എന്തൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. എനിവേ ഇനി മുതൽ തായ്ലൻഡിലെ എല്ലാ സ്കൂളുകളിലും ഉള്ള കുട്ടികളിലെ ബാഗുകളൊക്കെ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാർ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിപ്പോഴും നിലവിൽ വന്നിട്ടില്ല. എനിവേ ഇതാണ് ഇന്നലെ നടന്ന സംഭവം.